ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് 2 ആയ പലഹാരപ്പൊതി എന്ന് പറയുന്ന യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുൻപേയുള്ള 1ാമത്തെ യൂണിറ്റിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും അതിലെ ആക്ടിവിറ്റീസും അതേപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 3 ന്യൂ ടെക്സ്റ്റ് ബുക്സ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ എല്ലാവിധ വീഡിയോസും ഉണ്ട്, ഇംഗ്ലീഷിൻ്റെയും എല്ലാ വീഡിയോസും ഉണ്ട്. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 പലഹാരപ്പൊതി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു, കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു, മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടു, മാമു കൊടുക്കുന്ന നങ്ങേലി. ഇടശ്ശേരി എഴുതിയ 4 വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കനെയും പൂച്ചനെയും അതുപോലെ പാട്ടുകളും പാടിയിട്ട് മാനത്തമ്പിളി മാമനെയൊക്കെ കാട്ടിക്കൊടുത്തിട്ട് മാമു കൊടുക്കുന്ന നങ്ങേലിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അടുത്തത് ഞാനല്ല എന്ന് പറയുന്ന ഒരു കവിത അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കവിത ഒന്ന് നോക്കി നോക്കാം. പേരയ്ക്ക പഴുത്തപ്പോൾ നിറം ആദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർന്നതും കൈ നീട്ടി ചാടിയതും ഞാനല്ലേ. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ. പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ. ലളിത ലെനിൻ എഴുതിയ കടൽ എന്ന് പറയുന്നതിൽ നിന്നെടുത്ത കവിതയാണ് ഞാനല്ല എന്ന് പറയുന്ന ഈ ഒരു കവിത. അപ്പോൾ എല്ലാ കൂട്ടുകാരും കവിത നന്നായി ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കാം. ഒരു പെൺകുട്ടി തൻ്റെ സങ്കടം വായനക്കാരോട് പറയുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. മാമ്പഴം പഴുത്ത മണം വന്നപ്പോൾ അതിൻ്റെ മണം പിടിച്ച് അത് പറിക്കാൻ ആദ്യം കൈ നീട്ടി ചാടിയത് അവളാണ്. പേരക്ക പഴുത്തപ്പോൾ ആദ്യം കണ്ടതും കഴിച്ചുകൊണ്ട് പറഞ്ഞതും അവളായിരുന്നു. അത് പറിക്കാനായാലും കൈ നീട്ടി ചാടിയതും അവളാണ്. വീട്ടിലുണ്ടാക്കിയ നെയ്യപ്പം വെന്തപ്പോൾ അത് കഴിക്കാനായി കൊതിയോടെ ഒളിഞ്ഞു നോക്കിയതും അവളായിരുന്നു. പക്ഷേ ഇതൊന്നും ആദ്യം തിന്നാൻ അവൾക്ക് പറ്റിയില്ല. പേരക്കയും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം തിന്നത് ഞാനല്ല എന്നും തൻ്റെ കുഞ്ഞേട്ടനാണെന്നും സങ്കടത്തോടെ അവൾ പറയുന്നു. അപ്പോൾ ഇതാണ് ഈ കവിതയിലുടനീളം പറയുന്നത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം കവിത ഈണത്തിൽ ചൊല്ലി നോക്കൂ എന്നാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കവിത നന്നായി ഈണത്തിൽ ഒന്ന് ചൊല്ലി നോക്കൂ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഞാനല്ല എന്ന് കുട്ടി വീണ്ടും പറയാൻ കാരണം എന്താവും എന്നാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ഉത്തരം: പേരയ്ക്ക് പഴുത്തത് ആദ്യം കണ്ടതും മാമ്പഴം പഴുത്തത് മണമറിഞ്ഞ് ആദ്യം പറിച്ചെടുക്കാൻ നോക്കിയതും നെയ്യപ്പം വെന്തത് ആദ്യമായി അറിഞ്ഞതും ഇതെല്ലാം ആദ്യം തിന്നാൻ കൊതിച്ചതും ആ കുട്ടിയായിരുന്നു. എന്നാൽ ഇതൊന്നും ആദ്യം അവൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവളുടെ കുഞ്ഞേട്ടനെല്ലാം ആദ്യമായി തിന്നുകയും ചെയ്തു. അതിനുള്ള അവളുടെ പരിഭവമാണ് ഞാനല്ല എന്ന് പറയുന്ന കവിതയിലൂടെ അവൾ പ്രകടമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടനെയോ അനുജത്തിയുടെയോ അവസ്ഥയുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർ എഴുതേണ്ടതാണ്. എങ്ങനെ എഴുതണം എന്നുള്ള ചെറിയൊരു മോഡൽ ഞാൻ പറഞ്ഞു തരാം. ഉത്തരം: ഒരിക്കൽ എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിൽ എനിക്കിഷ്ടപ്പെട്ട 1-2 പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. അത് വിരുന്നുകാർ പോയിട്ട് വേഗം എടുത്തു കഴിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അതെല്ലാം എൻ്റെ അനിയന്മാർ കഴിച്ചിരുന്നു. അവരത് ഞാൻ അറിയാതെ നേരത്തെ തന്നെ കഴിച്ചു തീർത്തിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു കവിത. ഈ കവിതയിൽ നമുക്ക് 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ കവിത നന്നായി എല്ലാ കൂട്ടുകാരും ഈണത്തിൽ ചൊല്ലി നോക്കുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത ചാപ്റ്ററുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.